19-20 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിഭാഗം കവികൾ കൊടുങ്ങല്ലൂർ കോവിലകത്ത് ഒത്തുചേർന്നു. അവിടെ വെച്ച് സംസ്കൃതം കവിതയും ഭാഷാ കവിതയും എഴുതി പരിശീലിച്ചു. ഇത് ക്രമേണ കൊടുങ്ങല്ലൂർ കളരിയായി രൂപാന്തരം പ്രാപിച്ചു. കൊടുങ്ങല്ലൂർ കാവ്യകളരിയിൽ നിന്നും രൂപം കൊണ്ട പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ സ്ഥാപകൻ. പുരാണ കഥകളെ പുനരാഖ്യാനം ചെയ്യുന്ന രീതിയെ വെൺമണി കവികൾ മാറ്റിമറിച്ചു. സ്വന്തം അനുഭവ ചുറ്റുപാടിൽ നിന്നുള്ള വിഷയമാണ് അവർ സ്വീകരിച്ചത്. സംസ്കൃതത്തെ ഒഴിവാക്കുകയും സംസ്കൃത വിഭക്ത്യന്ത പദങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനു പകരമായി നല്ല മലയാളം സ്വീകരിച്ചു. ലളിതമായ ഭാഷ, ശബ്ദ അലങ്കാരങ്ങൾ, ശ്രവണസുഖം നൽകുന്ന പ്രാസദീക്ഷ എന്നിവ സ്വീകരിച്ചു. പക്ഷേ സംസ്കൃതത്തിലെ ഛന്ദസ് ഇവർ ഉപേക്ഷിച്ചില്ല. വികാരപരതയ്ക്കും ഭാവതീവ്രതയ്ക്കും വെൺമണി കവിതകളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. കവിതാരചനയെ ഒരു വിനോദ ഉപാധിയായി അവർ കണ്ടു. ശൃംഗാര വിഷയത്തിൻ്റെ കാര്യത്തിൽ വെൺമണി കവിതകൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശൃംഗാര വിഷയങ്ങൾ സ്വീകരിച്ചപ്പോൾ പലപ്പോഴും മണിപ്രവാള കാവ്യങ്ങളോട് ഇത് ചേർന്ന് നിന്നു എന്നതായിരുന്നു ആ വിമർശനം. പ്രധാനപ്പെട്ട വെൺമണി കവികളെ പരിചയപ്പെടാം. വെൺമണി അച്ഛൻ നമ്പൂതിരി. അദ്ദേഹം രൂപം നൽകിയ കാവ്യരൂപമാണ് കവിതക്കത്ത് പ്രസ്ഥാനം. സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് കവിത എഴുതുന്ന രീതി ഇദ്ദേഹം തുടങ്ങിവച്ചു. ഗജേന്ദ്രമോക്ഷം, രാമേശ്വര യാത്ര, ശൃംഗാര ശ്ലോകങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. മറ്റൊരാൾ വെൺമണി മഹൻ നമ്പൂതിരി. പൂരപ്രബന്ധം. തൃശൂർ പൂരം പ്രതിപാദ്യമാക്കി അദ്ദേഹം രചിച്ച രചനയാണ് പൂരപ്രബന്ധം. ഇതുകൂടാതെ പ്രധാനപ്പെട്ടത് കവിപുഷ്പമാല, കാമതിലകമാല, ഭൂതിഭൂഷചരിതം, അംബോപദേശം, ജൂബിലി മഹോത്സവം, പാഞ്ചാലി സ്വയംവരം. അദ്ദേഹം എഴുതി മുഴുമിപ്പിച്ച ഏക നാടകമാണ് കാമതിലകബാണം. അപൂർണമായ കൃതി പാഞ്ചാലി സ്വയംവരം. ഇതൊരു തുള്ളൽ കൃതിയാണ്. പൂർണ്ണമാക്കിയ തുള്ളൽ കൃതിയായിരുന്നു ജൂബിലി മഹോത്സവം. അമാന്ത കൊടിമരം എന്ന് വെൺമണി മഹൻ സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അംബോപദേശം എന്നത് വൈശികതന്ത്രത്തിൻ്റെ പിന്മുറക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൃതിയാണ്. ലീലാവതി ടീച്ചർ വൈശികതന്ത്രത്തിൻ്റെ പുനർജന്മമാണ് അംബോപദേശം എന്ന് അഭിപ്രായപ്പെടുന്നു. നടുവത്തച്ഛനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കവി. ശൃംഗേരി യാത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. ആദ്യകാല യാത്രാ വിവരണത്തിലൊന്നാണിത്. അതുകൂടാതെ അഷ്ടമി യാത്ര. അഷ്ടമി യാത്രയിൽ സൗഹൃദ ചർച്ച നടത്തുന്നത് ആരുമായിട്ടാണ് എന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഉത്തരം കേരളവർമ്മ. ഇതുകൂടാതെ ഭഗവദൂത്, ശൈലീ വല്ലഭത്വം, അക്രൂരഗോപാലം തുടങ്ങിയ നാടകങ്ങളും നടുവത്തച്ഛൻ്റെതായുണ്ട്. നടുവത്തച്ഛൻ്റെ രോഗശാന്തിക്കായി നടത്തിയ പ്രാർത്ഥനയാണ് ആരോഗ്യ സ്തവം എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരാൾ നടുവത്ത് മഹൻ നമ്പൂതിരി. ദേശീയ ബോധ പ്രചോദിതമായി കവിതകൾ എഴുതിയ കവിയാണ് നടുവത്ത് മഹൻ നമ്പൂതിരി. ഗാന്ധിയുടെ ജയിൽവാസം അനുസ്മരിപ്പിച്ച് അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യമാണ് മഹാത്മാഗാന്ധി. വെൺമണി പ്രസ്ഥാന ശൈലിയുടെ തെളി എന്നറിയപ്പെടുന്ന കവിയാണ് ഇദ്ദേഹം. കൊടുങ്ങല്ലൂർ കളരിയിലെ അവസാന കണ്ണി കൂടിയാണ് നടുവത്ത് മഹൻ നമ്പൂതിരി. ഒറവങ്കര നീലകണ്ഠൻ. വെൺമണി പ്രസ്ഥാനത്തിലെ ഒറ്റയാൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒറവങ്കര നീലകണ്ഠൻ്റെ മറ്റൊരു പേരാണ് രാജ. ബാലോപദേശം, ഭൈമി പരിണയം നാടകം, കുചേലവൃത്തം, ഓട്ടൻതുള്ളിൽ തുടങ്ങിയവ പ്രധാന കൃതികൾ. അന്തർനിഗൂഢതകളും അന്തർഗർഭങ്ങളുമായ ഒറവങ്കര ശ്ലോകങ്ങൾ നാളികേര പാകത്തിലുള്ളവയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് TK കൃഷ്ണമേനോൻ. ഈ വെൺമണി പ്രസ്ഥാന കാലത്ത് പ്രശസ്തി നേടിയ കവയിത്രിയാണ് തോട്ടേക്കാട്ട് ഇക്കാവമ്മ. കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്നും രൂപം കൊണ്ട മറ്റൊരു സാഹിത്യ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട മറ്റൊരു സാഹിത്യ പ്രസ്ഥാനമാണ് പച്ചമലയാള പ്രസ്ഥാനം. സംസ്കൃത പദങ്ങളുടെ സഹായമില്ലാതെ കാവ്യങ്ങൾ രചിക്കാൻ കഴിയില്ല എന്ന് CP അച്യുതമേനോൻ ഒരിക്കൽ വാദിക്കുകയുണ്ടായി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇതിനെ ഖണ്ഡിക്കുകയും നല്ല ഭാഷ എന്നൊരു പച്ചമലയാള കൃതി രചിക്കുകയും ചെയ്തു. പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഇവിടെയാണ്.
ഇതിൻ്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രാമവർമ്മ എന്നാണ്. ആദ്യ പച്ചമലയാള കൃതിയും നല്ല ഭാഷ തന്നെ. ഇതിലെ 52 ശ്ലോകങ്ങളായി വിദ്യാവിനോദിനിയിലാണ് പ്രസാധനം ചെയ്യുന്നത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി കവി ഭാരതമാണ് 1887. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മുമ്പ് മഹാഭാരതത്തെ തർജ്ജമ ചെയ്ത മറ്റുള്ളവരാണ് കണ്ണച്ചനും എഴുത്തച്ഛനും എന്ന കാര്യം കൂടി ഇവിടെ ചേർക്കട്ടെ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി കൂടിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മറ്റ് പച്ചമലയാള കൃതികളാണ് ഒടി. ആഭിചാരം വിഷയമായി വരുന്ന ഒരു കൃതിയാണിത്. ഭാഷാപോഷിണിയുടെ ആദ്യ സമ്മേളനത്തിൽ ദ്രുതകവന മത്സരത്തിൽ എഴുതിയ നാടകമാണ് ഗംഗാവതരണം. ആട്ടക്കഥകൾ, ഘോഷയാത്ര, കഥകളി. അകവൂർ നാരായണന്റെ അഭിപ്രായത്തിൽ ഒരു ഏകാംഗ സാഹിത്യ അക്കാദമി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് കേരളവ്യാസൻ തന്നെയാണ് എന്നാണ്. വള്ളത്തോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്ക് കീഴാക്കിയ ശക്തയുക്തനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കുണ്ടൂർ നാരായണ മേനോൻ. ഏറ്റവും കൂടുതൽ പച്ചമലയാള കാവ്യങ്ങൾ എഴുതിയ കവി എന്നൊരു ബിരുദം കൂടി ഇദ്ദേഹത്തിനുണ്ട്. വെൺമണി പ്രസ്ഥാനത്തിലെ പച്ചമലയാള കവി എന്നാണ് കുണ്ടൂർ അറിയപ്പെടുന്നത്. വള്ളത്തോളിൻ്റെ കവനശൈലി സ്വാധീനിച്ച കൊടുങ്ങല്ലൂർ കവിയാണ് ഇദ്ദേഹം. വള്ളത്തോളിൻ്റെ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ്റെ രീതി പിൻപറ്റി അദ്ദേഹം എഴുതിയ കൃതിയാണ് സാമ്പൻ. അതുപോലെ ഏറെ പ്രശസ്തമായ 4 ഭാഷാകാവ്യങ്ങൾ. പച്ചമലയാള പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണിവ. 1 കോമപ്പൻ, 2 കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ, 3 കണ്ണൻ, 4 പാക്കനാർ. നല്ല ഭാഷ തിരിയാണെങ്കിൽ കോമപ്പൻ അതിൽ നിന്നും കൊളുത്തിയ പന്തമാണ് എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുണ്ടൂരിൻ്റെ ആദ്യ വിവർത്തനം മാളവിക അഗ്നിമിത്രമാണ്. ആദ്യ സ്വതന്ത്ര കാവ്യം അജാമിള മോക്ഷം. ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ. നല്ല ഭാഷ എന്ന പേരിൽ തന്നെ ഒടുവിലും ഒരു കവിത എഴുതിയിട്ടുണ്ട്. കുറിയേടത്ത് താത്രി ചരിത്രം ആധാരമാക്കി രചിച്ച കൃതിയാണ് അപരാധിയായ അന്തർജനം. മറ്റൊരാൾ മുലൂർ എസ് പത്മനാഭ പണിക്കർ. സരസകവി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ മുലൂരിനെ വിശേഷിപ്പിച്ചത് കേരളവർമ്മയാണ്. പത്മനാഭ ഗൗഡികൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥനാമം കേരളവർമ്മ സൗധം. മറ്റൊരു സമാഹാരം പുലവൃത്തങ്ങൾ. കവി ഭാരതം മാതൃകയാക്കി മുലൂർ രചിച്ച കൃതി കവി രാമായണം. 106 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒടി എന്ന കൃതിയെ അനുകരിച്ച് പന്തളം കേരളവർമ്മ എഴുതിയ കൃതിയാണ് നാണിക്കുട്ടി. പന്തളത്തിൻ്റെ ആദ്യ നാടകം തങ്കമ്മ. തങ്കമ്മയുടെ 2ാം ഭാഗം എഴുതിയത് ഉള്ളൂരാണ്. തങ്കമ്മയെ കൂടാതെ ഒരു നേർച്ച എന്നൊരു പച്ചമലയാള കൃതിയും ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. പാർവതി സ്തോത്ര രൂപത്തിൽ എഴുതിയ ഉള്ളൂരിൻ്റെ പച്ചമലയാള കൃതിയാണ് ഒരു നേർച്ച. വങ്കപ്രഭു എന്ന പച്ചമലയാള കൃതി എഴുതിയത് PG രാമയ്യർ. പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക മലയാള പ്രസ്ഥാനം എന്ന് വിളിച്ചത് കേസരി A ബാലകൃഷ്ണപിള്ള. ചില പ്രധാന പച്ചമലയാള കവിതകളും രചയിതാക്കളും പരിചയപ്പെടാം. പ്രധാനമായും മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കവി രാമായണം മുലൂർ എസ് പത്മനാഭൻ, കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോൻ, വെൺമണി മഹൻ. 2 പേരും കവി പുഷ്പമാല എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. കാത്തുള്ളിൽ അച്യുതമേനോനും വെൺമണി മഹൻ നമ്പൂതിരിയും. കവി പക്ഷിമാല കോയിപ്പിള്ളിൽ പരമേശ്വരൻ, കവി ശാകുന്തളം P കൃഷ്ണപിള്ള, കവി നൈഷധം AK പുരുഷോത്തമൻ, കവി മത്സ്യാവലി S കൃഷ്ണപിള്ള.